ചെങ്ങന്നൂരിൽ മകൻ കൊല ചെയ്ത പ്രവാസി മലയാളി ജോയ് വി ജോണിന്റെ മൃതദേഹത്തിന്റെ ബാക്കി ഭാഗങ്ങൾ കൂടി പോലീസിന് ലഭിച്ചു. തലയുടെ ഭാഗങ്ങൾ കോട്ടയം ചിങ്ങവനത്ത് നിന്നും കണ്ടെത്തി. ഉടലിന്റെ ഭാഗങ്ങൾ ചങ്ങനാശ്ശേരിയിൽ നിന്നും ലഭിച്ചു. വിവരങ്ങളുമായി പ്രശാന്ത് ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്നും. പ്രശാന്ത്, മൃതദേഹത്തിന്റെ ബാക്കി ഭാഗങ്ങൾ കൂടി ലഭിച്ചിരിക്കുന്നു. എവിടെ നിന്ന് ഏതൊക്കെ ഭാഗങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്? മനു, സ്വത്ത് തർക്കത്തെ തുടർന്ന് മകൻ വെടിവെച്ചു കൊന്ന അമേരിക്കൻ മലയാളിയായിട്ടുള്ള ജോയ് ജോണിന്റെ മൃതദേഹത്തിന്റെ ബാക്കി ഭാഗങ്ങളാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കോട്ടയം ജില്ലയിലെ ചിങ്ങവനം, ചങ്ങനാശ്ശേരി എന്നീ ഭാഗങ്ങളിൽ നിന്നാണ് ഇതിന്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുള്ളത്. തലയുടെ ഭാഗമാണ് കോട്ടയം ചിങ്ങവനത്ത് നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. ഉടലിന്റെ ഭാഗങ്ങളാണ് ചങ്ങനാശ്ശേരി മടക്കമൂട് ഭാഗത്തു നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. ഇന്ന് പുലർച്ചെ 3 മണിയോട് തന്നെ പോലീസ് സംഘം ഷെറിനുമായി എത്തി നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിക്കൊണ്ട് ഈ മൃതദേഹവുമായി തിരിച്ചു പോവുകയായിരുന്നു. ഈ 4 തവണ നിറയൊഴിച്ചാണ് ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്, ജോയ് ജോണിനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിൽ നിന്നും നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ഒപ്പം കൊലയുടെ ദൃശ്യങ്ങളെല്ലാം തന്നെ മൊബൈൽ പകർത്തിയതായിട്ടുള്ള വിവരങ്ങളുണ്ട്. പുലർച്ചെ 3 മണിക്ക് അത് ഷെറിനെ ചോദ്യം ചെയ്തപ്പോൾ ഷെറിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുള്ള മറുപടിയുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു പോലീസ് ഇവിടെ എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തത്. ജോയ് ജോണിനെ കൊലപ്പെടുത്തിയ ശേഷം പ്രതി ഒളിവിൽ കഴിഞ്ഞിരുന്നത് കോട്ടയത്തെ ഒരു സ്വകാര്യ ഹോട്ടലായിരുന്നു. കോട്ടയം TV റോഡിന് സമീപത്തുള്ള സ്വകാര്യ ഹോട്ടലായിരുന്നു കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഇത്തരം നിഗമനങ്ങളെല്ലാം തന്നെ കൂട്ടിച്ചേർത്തപ്പോൾ ഷെറിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള മൊഴികളും എല്ലാം തന്നെ പരിശോധിച്ചപ്പോൾ തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു പരിശോധനയ്ക്ക് മുതിർന്നതും ഇവിടെ എത്തി ഈ കാര്യങ്ങൾ പരിശോധിച്ച് മൃതദേഹത്തിന്റെ വിവിധ ഭാഗങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിന് ശാസ്ത്രീയമായിട്ടുള്ള ഒരു പരിശോധനയ്ക്ക് അയച്ച ശേഷം മാത്രമേ ഇത് ജോയ് ജോണിന്റേതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകൂ. മാത്രമല്ല, ഈ മൃതദേഹത്തിന്റെ പല ഭാഗങ്ങൾ റോഡ് സൈഡിന്റെ ഭാഗങ്ങളിലായിട്ട് തന്നെയായിരുന്നു ഉപേക്ഷിച്ചിരുന്നത്. പ്രത്യേകിച്ച് ചിങ്ങവനത്ത് റോഡ് സൈഡിന്റെ ഭാഗത്ത് ഉപേക്ഷിച്ചിരുന്ന മൃതദേഹത്തിന്റെ ഭാഗങ്ങളിൽ ഒരു ഭാഗം വളരെ ചീഞ്ഞു നാറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായപ്പോൾ സമീപത്തുള്ള കടക്കാരനെടുത്ത് കുഴിച്ചു മൂടുകയും ചെയ്യുന്ന ഒരു സ്ഥിതി വരെ ഉണ്ടായി എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ കാറിൽ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുകയായിരുന്നു, മൃതദേഹത്തിന്റെ ഭാഗം ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മൃതദേഹത്തിന്റെ ഭാഗങ്ങളിൽ പലയിടത്തും കത്തിക്കരിഞ്ഞതായിട്ടുള്ള ചില പാടുകൾ ഉണ്ട് എന്നുള്ളതും നേരത്തെ മൃതദേഹം കത്തിക്കരിച്ചു എന്നുള്ള ഷെറിന്റെ മൊഴിയുമായെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഇത് ജോയ് ജോണിന്റേതാണ് എന്നുള്ള സംശയത്തിൽ തന്നെ പോലീസ് ഉറച്ചു നിൽക്കുന്നു. എന്നാലും ശാസ്ത്രീയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത്തരം കാര്യത്തിൽ വ്യക്തത ഉണ്ടാവൂ, കൂടുതൽ സ്ഥിരീകരണം ഉണ്ടാവൂ. പ്രശാന്ത്, ഒരുപക്ഷെ ചെങ്ങന്നൂരിൽ നിന്ന് കോട്ടയത്തേക്കുള്ള യാത്ര മധ്യയായിരിക്കാം ഇയാൾ ഇത് വഴിയരികിൽ മൃതദേഹത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഉപേക്ഷിച്ച് കടന്നത്. ഈ ഷെറിനെ ഈ ഭാഗങ്ങളിൽ എത്തിച്ച് തെളിവെടുക്കാനുള്ള സാധ്യതകൾ, അത്തരത്തിലുള്ള സാധ്യതകളൊക്കെ ഉണ്ടോ? ഇന്നിപ്പോൾ അന്വേഷണ സംഘം ഷെറിനെയും കൊണ്ട് ഇവിടെ എത്തിയിരുന്നതായി പുലർച്ചെ 3 മണിക്ക് എത്തിയിരുന്നു. ഒരു തെളിവെടുപ്പ് എന്ന രീതിയിൽ തന്നെയായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഒപ്പം ഫിംഗർ പ്രിന്റ് ബ്യൂറോയും അതുപോലെയുള്ള ഫോറൻസിക് വിദഗ്ധരെല്ലാം തന്നെ എത്തിയിരുന്നു. ഇവരെല്ലാം തന്നെ പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് മൃതദേഹത്തിന്റെ ഭാഗങ്ങളുമായി അവർ മടങ്ങിയത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം. മറ്റു കാര്യങ്ങളെ കുറിച്ചെല്ലാം തന്നെ അന്വേഷണം ഇന്ന് വൈകിട്ട് തന്നെ ആലപ്പുഴ SP-യുടെ നേതൃത്വത്തിൽ ആലപ്പുഴ SP ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള കൂടുതൽ വെളിപ്പെടുത്തലെല്ലാം തന്നെ അതിൽ ഉണ്ടാകും എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. മനു, തീർച്ചയായിട്ടും TV പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. പ്രവാസി മലയാളി ജോയ് വി ജോണിനെ 4 തവണ നിറയൊഴിച്ചാണ് മകൻ കൊന്നതെന്ന് പോലീസ്. കോട്ടയം മുളക്കരയ്ക്ക് സമീപം കാറിൽ വെച്ചാണ് കൊല നടത്തിയത്. കൊലയുടെ ദൃശ്യങ്ങൾ പ്രതി മൊബൈലിൽ പകർത്തുകയും ചെയ്തു. ഷാജഹാൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകാൻ വേണ്ടി. ഷാജി, വളരെ ക്രൂരമായ ഒരു കൊലപാതകം, അത് മൊബൈലിൽ പകർത്തുകയും ചെയ്തു. ഇയാളിൽ നിന്ന് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? മനു, കഴിഞ്ഞ 2 ദിവസമായിട്ട് ഷെറിനെ പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. വ്യത്യസ്തമായിട്ടുള്ള മൊഴികളാണ് ഷെറിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചത്. ആദ്യം ഷെറിൻ പറഞ്ഞത് പിതാവിന്റെ മൃതദേഹം തീയിട്ട് നശിപ്പിച്ച ശേഷം പമ്പാ നദിയിൽ ഒഴുക്കി കളഞ്ഞു എന്നുള്ളതാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഇന്നലെ പമ്പാ നദിയിൽ നിന്നും കൈയുടെ ഒരു ഭാഗം കിട്ടിയിരുന്നു. പക്ഷെ ഇന്ന് പുലർച്ചയോടുകൂടി കൂടുതൽ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഷെറിൻ പൂർണ്ണമായിട്ടും സത്യം പറഞ്ഞത്. ഇതേ തുടർന്ന് പോലീസ് വെളുപ്പിനെ 3 മണിക്ക് തന്നെ ഷെറിൻ പറഞ്ഞ പ്രദേശങ്ങളിൽ തെരച്ചിൽ നടത്തുകയുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മൃതദേഹത്തിന്റെ ബാക്കി ഭാഗങ്ങൾ കൂടി കിട്ടിയത്. ചിങ്ങവനത്തും അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരി ബൈപ്പാസിന് സമീപത്തു നിന്നാണ് തലയുടെയും ഉടലിന്റെയും ഒക്കെ ഭാഗങ്ങൾ പോലീസിന് ലഭിച്ചത്. എന്തായാലും ഇത്തരത്തോളം തെളിവുകൾ പോലീസിന് ലഭിച്ച സാഹചര്യത്തിൽ കൂടി തന്നെ പ്രതി ഷെറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകമായിട്ട് തന്നെയാണ് പോലീസിനെ കാണുന്നത്. കാരണം യാദൃച്ഛികമായിട്ട് നടന്ന ഒരു സംഭവമല്ല. പിതാവിന്റെ തോക്ക് കൈവശം വെച്ചുകൊണ്ടാണ് ഷെറിൻ പിതാവുമായിട്ട് കാറിൽ പോയത്.
ഇതിന് ശേഷം മുളക്കൊഴിക്ക് സമീപം ചെങ്ങന്നൂർ മുളക്കൊഴിക്ക് സമീപം വെച്ചാണ് പിതാവിനെ 4 തവണ നിറയൊഴിച്ചതായിട്ട് ഷെറിൻ പോലീസിനോട് സമ്മതിച്ചതായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം കാര്യങ്ങൾ പുറത്തു വന്ന് ഇതിന് ശേഷം ഇതിന്റെയൊക്കെ പൂർണ്ണമായ ചിത്രങ്ങളും തന്റെ ടാബിൽ ഷെറിൻ പകർത്തി വെച്ചിരുന്നു. ഇതും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ പൂർണ്ണമായിട്ടും തെളിവുകളൊക്കെ തന്നെ ഈ കൊലപാതകത്തിന്റെ തെളിവുകളൊക്കെ തന്നെ പോലീസിന്റെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയോടുകൂടി ഷെറിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. മാത്രമല്ല ഇവർ അമേരിക്കൻ പൗരത്വമുള്ളവരാണ്. ഷെറിന്റെ പിതാവും മാതാവും അടക്കമുള്ള 5 അംഗങ്ങൾ അമേരിക്കൻ പൗരത്വമുള്ളവരാണ്. അതുകൊണ്ട് അതിന്റെ സാങ്കേതികത്വം കൂടി പരിശോധിച്ച ശേഷമായിരിക്കും അറസ്റ്റ് നടക്കുക. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും ദിവസം അറസ്റ്റ് വൈകാനും താമസിച്ചത്. കാരണം പൂർണ്ണമായിട്ടും തെളിവുകൾ ലഭിക്കാതിരുന്ന സാഹചര്യത്തിലാണ് ഷെറിനെ അറസ്റ്റ് ചെയ്തത്. നേരത്തെ സാഹചര്യ തെളിവുകളുടെയും മറ്റും അടിസ്ഥാനത്തിൽ പോലീസിന് പ്രതി ഷെറിൻ തന്നെ എന്നുള്ള സൂചന ലഭിച്ചിരുന്നു. എന്നാൽ പൂർണ്ണമായിട്ടുള്ള തെളിവുകൾ ഇപ്പോൾ ലഭിച്ച സാഹചര്യത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഷെറിനെ അറസ്റ്റ് ചെയ്യും. സാമ്പത്തിക ഇടപാടുകൾ മാത്രമല്ല മറ്റ് പിതാവിന്റെ ചില അവിഹിത ബന്ധങ്ങൾ കൂടി ഇതിന് കാരണമായിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ജില്ലാ പോലീസ് മേധാവി അശോക് കുമാർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. എന്തായാലും അറസ്റ്റിന് ശേഷമായിരിക്കും ഇക്കാര്യങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങളോട് ജില്ലാ പോലീസ് മേധാവി പറയുക. ഷാജി, ഒപ്പം തന്നെ മൃതദേഹത്തിന്റെ വിവിധ ഭാഗങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും കണ്ടുകിട്ടിയ സാഹചര്യത്തിൽ അത് ജോയ് വി ജോണിൻ്റെതാണ് എന്ന് ഉറപ്പിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള ശാസ്ത്രീയ പരിശോധനകൾക്ക് കൂടി പോലീസ് തയ്യാറാകുന്നുണ്ടോ? തീർച്ചയായിട്ടും ഷെറിനെ മനു നമുക്ക് ആദ്യം നോക്കിയത് ഷെറിൻ പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പമ്പാ നദിയിൽ പൂർണ്ണമായിട്ടും മൃതദേഹം ഒഴുക്കിക്കളഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം പോലീസ് പമ്പാ നദിക്ക് സമീപങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. ഇവിടെ നിന്നും കൈയുടെ ഒരു ഭാഗം മാത്രമാണ് കിട്ടിയത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് പൂർണ്ണമായ വിവരങ്ങൾ പോലീസിനോട് പറയാൻ ഷെറിൻ തയ്യാറായത്. കൈകളും കാലുകളുമാണ് പമ്പാ നദിയിൽ ഒഴുക്കിയത്. ശരീരത്തിന്റെ മറ്റ് അവശിഷ്ടങ്ങൾ ചിങ്ങവനത്തും അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരി ബൈപ്പാസിലും കളഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടത്. മൃതദേഹം ആദ്യം തീയിട്ട് നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാണ് തോന്നുന്നത്. കാരണം അതിനുശേഷം അത് പൂർണ്ണമായിട്ടും കത്തിക്കരിയാൻ പറ്റാത്ത അല്ലെങ്കിൽ അത്തരത്തിൽ തെളിവുകൾ അവശേഷിക്കുമെന്ന് കണ്ടതിനെ തുടർന്നാണ് തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടി വിവിധ ഭാഗങ്ങളിലായിട്ട് മൃതദേഹം മുറിച്ച് അതിന്റെ അവശിഷ്ടങ്ങൾ കൊണ്ട് തള്ളിയത്. പോലീസ് കൂടുതൽ ചോദ്യം ചെയ്താൽ ശാസ്ത്രീയമായിട്ടുള്ള ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന് ഇക്കാര്യങ്ങൾ ലഭിച്ചത് എന്നുകൂടി നമുക്ക് പറയേണ്ടിയുണ്ട്. കാരണം 25-ാം തീയതി ഈ മകനെയും അതോടൊപ്പം തന്നെ തന്റെ ഭർത്താവിനെ കാണുന്നില്ല എന്ന് കാട്ടി ഭാര്യ നൽകിയ പരാതി വളരെ ഗൗരവത്തോടു കൂടി തന്നെ പോലീസ് പരിശോധിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവി നേരിട്ടിടപെട്ടുകൊണ്ട് അത് അന്വേഷിക്കുന്നതിന് പഴുതുകൾ അടച്ച് അന്വേഷിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ CA അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് നൽകി. ഇത്തരത്തിൽ പോലീസ് നടത്തിയ കൃത്യമായിട്ടൊരു അന്വേഷണത്തിന്റെ ഫലമാണ് ഇപ്പോൾ ഈ പോലീസിൽ ഇത്തരം വിവരങ്ങൾ ലഭിച്ചത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് പ്രതി ഷെറിൻ വ്യത്യസ്തമായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് നൽകി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ പോലീസ് അതൊന്നും വിശ്വസിക്കാതെ കഴിഞ്ഞ 2 ദിവസം പ്രതിയെ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പോലീസിൽ നിന്ന് ലഭിച്ചത്. എന്തായാലും ഈ അന്വേഷണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ജില്ലാ പോലീസ് മേധാവിക്ക് തന്നെയാണ്. അദ്ദേഹം സംഭവ സ്ഥലത്ത് 2 ദിവസം ചെങ്ങന്നൂരിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥരോടൊപ്പം ഇതിന്റെ തെളിവുകൾ ശേഖരിക്കാനും ഇതിന്റെ അന്വേഷണത്തിനുമായിട്ട് മുൻനിരയിലുണ്ടായിരുന്നത്. എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഏറ്റവും കൂടുതൽ പുറത്തു വരുന്നത്. ആദ്യഘട്ടത്തിൽ സ്വത്ത് തർക്കത്തെ തുടർന്ന് മകൻ പിതാവിനെ കൊന്നു എന്നുള്ള വാർത്തയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ ഇതിൽ എത്രത്തോളം വൈരാഗ്യം പിതാവിനോടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിലാണ് പിതാവിന്റെ ശരീരത്തിന്റെ ഒത്തിരി ഭാഗങ്ങൾ മുറിച്ചു മാറ്റി ഇത്തരത്തിൽ തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മകൻ. തീർച്ചയായിട്ടും ഷാലിഹാനാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ജിഷ വധക്കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. അഭിഭാഷക TV മിനി സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി ഉൾപ്പെടെയുള്ളവയാണ് കോടതി ഇന്ന് പരിഗണിക്കുക. പോലീസിനോട് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹർജി നേരത്തെ പരിഗണിക്കവേ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു. അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല അന്വേഷണം ആവശ്യപ്പെട്ട് നിയമവിദ്യാർത്ഥി MM അജീഷ് സമർപ്പിച്ച ഹർജിയും ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കലാഭവൻ മണിയുടെ മരണത്തിന്റെ അന്വേഷണം ഒരാഴ്ചയ്ക്കകം പൂർത്തിയാകുമെന്ന് പോലീസ്. മൃതദേഹത്തിൽ കീടനാശിനിയുടെ അംശം കണ്ടെത്താനായില്ല. എന്നാൽ ഹൈദരാബാദിൽ നിന്നുള്ള ഫോറൻസിക് റിപ്പോർട്ടിൽ വിഷമദ്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി. വിഷമദ്യം ശരീരത്തിലെത്തിയത് എങ്ങനെയെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ അന്വേഷണം ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാനാകുമെന്നാണ് പോലീസ് കരുതുന്നത്. പയ്യാവൂരിൽ പുഴയിൽ മുങ്ങി മരിച്ച 5 കുട്ടികളുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് 5 മണിക്ക് നടക്കും. മൃതദേഹങ്ങൾ രാവിലെ 10 മണിക്ക് പൊതുദർശനത്തിന് വയ്ക്കും. കുട്ടികളുടെ മുങ്ങിമരണം സൃഷ്ടിച്ച ആഘാതത്തിലാണ് പയ്യാവൂർ ഗ്രാമം. ഒരു ദിവസം കൊണ്ട് പൊലിഞ്ഞുപോയ 5 ജീവനുകൾ 3 വീടുകളിലെ വെളിച്ചമാണ് കെടുത്തിയത്.
കുട്ടികൾ പഠിക്കുന്ന പയ്യാവൂർ സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് ആൻസ് ഇംഗ്ലീഷ് മീഡിയം എന്നിവിടങ്ങളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം 3 മണിയോടെ അന്ത്യകൂദാശ കർമ്മങ്ങൾ നടത്തും. 5 മണിക്ക് സെന്റ് ഫ്രാൻസിസ് അസിസി പള്ളിയിൽ ഒരു കല്ലറയ്ക്കുള്ളിൽ 5 പേരുടെയും മൃതദേഹങ്ങൾ സംസ്കരിക്കും. ഏറ്റവും മിടുക്കരായ പിള്ളേരാണ് ഈ 4 ആൺപിള്ളേരും ഒരു പെൺകുട്ടിയുണ്ട്. ഒരു ഏറ്റവും നല്ല മിടുക്കരായ പിള്ളേരാണ്. ഈ പിള്ളേരുള്ള സ്നേഹത്തെ മുൻനിർത്തി പിന്നെ ഇടവകയുടെ ഒരു തീരാ ദുഃഖമാണല്ലോ ഇത്. ഇടവകയുടെ മാത്രമല്ല ഈ പ്രദേശത്തിൻ്റെ ഒരു വലിയ ദുരന്തമാണ്. അപ്പം തീരാ ദുഃഖം അത് എന്നേക്കുമായിട്ട് അതിനെ മഹത്വീകരിക്കാൻ വേണ്ടി നമ്മൾ അത് മോണമെൻ്റായിട്ട് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മന്ത്രിമാർ കെ ശൈലജ, ഇ.പി. ജയരാജൻ, പി.കെ. ശ്രീമതി MP എന്നിവർ ഫാദർ ബേബി പാറ്റേലുമായി ചർച്ച നടത്തി സംസ്കാര ചടങ്ങുകളും സമയവും തീരുമാനിച്ചു. സംസ്കാര ചടങ്ങുകളുടെ ചെലവ് സർക്കാർ വഹിക്കുമെന്നും മന്ത്രി കെ ശൈലജ അറിയിച്ചു. കുഞ്ഞുങ്ങളുടെ മരണം സൃഷ്ടിച്ച നടുക്കത്തിലാണ് പയ്യാവൂർ ഗ്രാമം. സഫാനും ഒരുജയും ആയലും അഖിലും മാണിക്കും ഇനി ഈ പള്ളിമുറ്റത്ത് അന്ത്യവിശ്രമം കൊള്ളും. കണ്ണൂരിൽ നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. ദില്ലിയിൽ ചേർന്ന CPIM പോളിറ്റ് ബ്യൂറോ യോഗം ഇന്നും തുടരും. കേരളത്തിലെയും പശ്ചിമ ബംഗാളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം PB വിലയിരുത്തുന്നു. ഇന്ന് ഉച്ചയോടെയാകും 2 ദിവസത്തെ പോളിറ്റ് ബ്യൂറോ യോഗം സമാപിക്കുക. തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി ചർച്ച ചെയ്യാൻ RSS BJP യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. ഇരു സംഘടനകളുടെയും സംസ്ഥാന ദേശീയ നേതാക്കൾ പങ്കെടുക്കും. പാലക്കാട് തന്നെ BJP നേതാക്കൾ ബോധപൂർവ്വം തോൽപ്പിച്ചതാണെന്ന് ശോഭാ സുരേന്ദ്രൻ പരാതി നൽകിയിരുന്നു. ഈ വിഷയവും ഇന്ന് ചേരുന്ന നേതൃയോഗം ചർച്ച ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയന് ദില്ലിയിൽ പൗരസമിതിയുടെ നേതൃത്വത്തിൽ വൻ സ്വീകരണം. കേരള ഹൗസ് അങ്കണത്തിൽ നടന്ന സ്വീകരണത്തിൽ ദില്ലിയിലെ വിവിധ സാമൂഹിക സാംസ്കാരിക രംഗത്തെ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. തന്റെ സർക്കാർ ആർക്കും വഴിവിട്ടതൊന്നും ചെയ്യില്ലെന്ന് പിണറായി വിജയൻ പറഞ്ഞു. യാത്രാ ചിലവിന്റെ പേരിൽ പ്രവാസികളെ പിഴിയുന്നതിനെതിരെ നടപടി കൈക്കൊള്ളുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ദില്ലി സന്ദർശനം നടത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് ദില്ലി പൗരസമിതിയുടെ നേതൃത്വത്തിൽ വൻ സ്വീകരണമാണ് നൽകിയത്. വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ പൂച്ചെണ്ടുകൾ നൽകി മുഖ്യമന്ത്രിക്ക് പിന്തുണ അറിയിച്ചു. പ്രവാസികളുടെ പ്രശ്നങ്ങൾ പുതിയ സർക്കാരിന്റെ പ്രഥമ പരിഗണനാ വിഷയമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തന്റെ സർക്കാർ ആർക്കും വഴിവിട്ടതൊന്നും ചെയ്യില്ല, ആർക്കെതിരെയും പ്രതികാര നടപടിക്കുമില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. ആരോടും പ്രതികാരം ചെയ്യാനുള്ളതല്ല ഈ ഗവൺമെന്റ്, എന്നാൽ ആരെയും വഴിവിട്ട് സംരക്ഷിക്കാനും ഉള്ളതല്ല ഈ ഗവൺമെന്റ്. ഇത് എല്ലാവരും ഓർക്കുന്നത് നല്ലതാണ്. ചടങ്ങിൽ സംബന്ധിച്ച CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മലയാളത്തിൽ സംസാരിച്ചത് ഏറെ കൗതുകമായി. പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ തുടങ്ങിയവരും സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ദക്ഷിണ നാവികസേനയുടെ പുതിയ മേധാവിയായി വൈസ് അഡ്മിറൽ AR കർവേ ചുമതലയേറ്റു. കൊച്ചി നാവികസേന ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലായിരുന്നു സ്ഥാനാരോഹണം. ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് അഡ്മിറൽ ഗിരീഷ് ലൂത്ര പടിഞ്ഞാറൻ നാവികസേനയുടെ ഫ്ളാഗ് ഓഫീസറായി പോകുന്ന ഒഴിവിലാണ് വൈസ് അഡ്മിറൽ AR കർവേ ദക്ഷിണ നാവികസേനാ മേധാവിയായി ചുമതലയേറ്റത്. വർണ്ണാഭമായ ചടങ്ങുകളോടെയായിരുന്നു പുതിയ മേധാവിക്കുള്ള സ്വീകരണവും ചീഫ് അഡ്മിറൽ ഗിരീഷ് ലൂത്രയ്ക്കുള്ള യാത്രയയപ്പും. ദക്ഷിണ നാവികസേനയെ യുദ്ധസജ്ജമായ ഓപ്പറേഷൻ കമാൻഡാക്കി മാറ്റുക എന്ന തന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ AR കർവേക്ക് കഴിയട്ടെയെന്ന് ഗിരീഷ് ലൂത്ര ആശംസിച്ചു. 1980-ൽ സേനയിൽ ചേർന്ന കർവേ ദില്ലി നാവികസേന ആസ്ഥാനത്ത് ചീഫ് ഓഫ് പേഴ്സണലായി പ്രവർത്തിക്കുകയായിരുന്നു. ഊട്ടിയിലെ വെല്ലിംഗ്ടൺ ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജിൽ നിന്നും ബിരുദ പഠനം പൂർത്തിയാക്കിയ ഇദ്ദേഹം കോളേജ് ഓഫ് നേവൽ വാർഫയറിൽ നിന്നാണ് നേവൽ ഹയർ കമാൻഡ് കോഴ്സ് പൂർത്തിയാക്കിയത്. അമേരിക്കയിൽ നിന്ന് നാഷണൽ സെക്യൂരിറ്റി ആൻഡ് സ്ട്രാറ്റജിയിൽ ബിരുദാനന്തര ബിരുദം നേടിയ കർവേ INS വിരാട്ടിന്റെ കമാൻഡറായി പ്രവർത്തിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ KP നൂറുദ്ദീന്റെ മൃതദേഹം ഇന്ന് കണ്ണൂരും പയ്യന്നൂരും പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് വൈകുന്നേരം 4-ന് പുതിയങ്ങാടി ഹൈദ്രോസ് പള്ളിയിൽ ഖബറടക്കും. ശനിയാഴ്ച രാവിലെ വീട്ടിൽ തലകറങ്ങി വീണതിനെ തുടർന്ന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. തുടർന്ന് കണ്ണൂർ കൊയിലി ആശുപത്രിയിലും കോഴിക്കോട് മിംസിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. അടിമകളാക്കപ്പെട്ട പെൺകുട്ടികളെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ ഓൺലൈനിലൂടെ വിൽക്കാൻ ശ്രമിക്കുന്നതായി റിപ്പോർട്ട്. സംഘടനയുടെ മൂലധനം ഉയർത്തുന്നതിനാവശ്യമായ പണം ലഭിക്കുന്നതിനാണ് ഓൺലൈൻ വാണിഭമെന്നും റിപ്പോർട്ട്. ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരിയുടെ 5 ദിവസത്തെ വിദേശ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. മൊറോക്കോ, ടുണീഷ്യ എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുക.
ഹൂസ്റ്റണിലുണ്ടായ വെടിവെപ്പിൽ അക്രമി ഉൾപ്പെടെ 2 പേർ കൊല്ലപ്പെട്ടു. 6ഓളം പേർക്ക് പരിക്കേറ്റു. ഒരാഴ്ചക്കിടെ മെഡിറ്ററേനിയൻ തീരത്തുണ്ടായ 3 കപ്പൽ ദുരന്തങ്ങളിൽ 700-ലധികം അഭയാർത്ഥികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി UN വാർത്താ ഏജൻസി.